അപകടാവസ്ഥയിലായ റോഡിലെ കുഴികൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അടച്ചു. മൂർക്കാട്ടിൽപ്പടി മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള KPPL റോഡിലെ കുഴികൾ ജനകീയ പ്രതികരണ വേദി പ്രവർത്തകരാണ് അടച്ചത്. ഇതോടെ അപകടാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമായി. സിഗ്നൽ അതപ്പതിച്ചതോടുകൂടി ആ റോഡിൻ്റെ അവസ്ഥയും അപകടകരമായ അവസ്ഥയിലേക്ക് മാറി തീർന്നു. ആ ശോചനീയമായ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും ആ വർക്കുകൾ ചെയ്യാൻ തയ്യാറാത്ത സാഹചര്യത്തിലാണ് പൊതുജന സഹകരണത്തോടെ ജനകീയ കൂട്ടായ്മ ആ പ്രവർത്തികൾ ഏറ്റെടുത്തത്. കഴിഞ്ഞ ദിവസം തന്നെ മൂർക്കാട്ടിപ്പടി മുതൽ വെള്ളൂർ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗം അപകടകരമായ കുഴികളെല്ലാം അടച്ച് സഞ്ചാരയോഗ്യമാക്കി തീർത്ത വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇതിനുവേണ്ടി സാമ്പത്തികമായി സഹകരിച്ച മൂർക്കാട്ടിപ്പടി മുതൽ A1 വരെയുള്ള ഭാഗം A1 മാനേജ്മെൻറ്റും അതിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുകയും തുടർന്നുള്ള ഭാഗം ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുകയുമാണ് ചെയ്തത്. അതിനോട് സഹകരിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായ ശ്രീ സരസ്വതി വിദ്യാമന്ദിർ, NSS കരയോഗം കാരിക്കോട്, കർഷർ ജാതിക്കാമല, കാരിക്കോട് റെസിഡൻസ് അസോസിയേഷൻ, മിസ്റ്റർ രമേശ് പിഷാരടി സിനിമാ നടൻ എന്നിവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. റോഡ് നവീകരണത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയ്ക്കെതിരെയാണ് ജനങ്ങൾ ഒത്തുചേർന്ന് കുഴികളടച്ചത്. മൂർക്കാട്ടിൽപ്പടി മുതൽ കുറച്ചു ഭാഗം സ്വകാര്യ ബിസിനസ് ഗ്രൂപ്പും തുടർന്നുള്ള ഭാഗം പൊതുജന സഹകരണത്തോടെയുമാണ് പൂർത്തിയാക്കിയത്. അറ്റകുറ്റപ്പണികൾക്കായി 1 ലക്ഷം രൂപയോളം ചെലവായി. കോൺട്രാക്ടർ ബൈജു മാണി, സബ് കോൺട്രാക്ടർ സിദ്ദിഖ് എന്നിവർ കുറഞ്ഞ നിരക്കിലാണ് പണികൾ പൂർത്തിയാക്കിയത്. ജനകീയ പ്രതികരണ വേദി കോർഡിനേറ്റർ രാജു തെക്കേക്കാലയിൽ, ബൈജു ചെത്തുകുന്നേൽ, ജയൻ മൂർക്കാട്ടിൽ, TA ജയകുമാർ, സ്കറിയ കാരിക്കോട്, മാത്യു വണ്ടൻകുന്നേൽ എന്നിവർ നേതൃത്വം നൽകി.